ഐഷ പോറ്റിയുടെ ലോഞ്ചിങ് എന്നുള്ളത് വളരെ കൃത്യമായിട്ടാണ് UDF നടപ്പാക്കിയത്. ചില ഐഷ പോറ്റിക്ക് അവിടെ വ്യക്തിപരമായിട്ടുള്ള ചില ബന്ധങ്ങൾ കൂടിയുണ്ട്. പക്ഷേ LDFിനോടൊപ്പം നിൽക്കുമ്പോഴല്ലേ ഐഷ പോറ്റിക്ക് ആ ബന്ധം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ എന്ന ചോദ്യം പ്രസക്തമാണ്. മാത്രമല്ല ഐഷ പോറ്റി ഒരൊറ്റ പോയിന്റിലാണ് ആദ്യം മുതലേ പ്രചരണം നയിച്ചത്. ആദ്യഘട്ടത്തിലൊക്കെ എന്താ പറഞ്ഞത്? എന്നെ പാർട്ടി അവഗണിച്ചു, അതുകൊണ്ട് പാർട്ടി വിട്ടു എന്നുള്ളതാണ്. ആ പ്രചരണത്തെ പക്ഷേ ഇടതുമുന്നണി ശക്തമായി നേരിട്ടു. പാർട്ടി അവർക്ക് കൊടുത്ത സ്ഥാനമാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷെ പിന്നീടാണ് വികസന പ്രവർത്തനങ്ങളൊക്കെ ചർച്ചയായി വരുന്നതും NSS അവിടെ എടുത്തൊരു നിലപാട് വരുന്നതോടുകൂടിയാണ് ഐഷ പോറ്റിയ മണ്ഡലത്തിൽ കൂടുതൽ ആക്റ്റീവ് ആവുന്നതും ആക്റ്റീവ് മോഡാകുന്നത്. ഈ ഐഷ പോറ്റിയും KN ബാലഗോപാലിനും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, KN ബാലഗോപാൽ നമ്മൾ പറയുന്നത് പോലെ കഴിഞ്ഞ തവണ മത്സരിച്ച KN ബാലഗോപാൽ അല്ല ഇത്തവണ എന്ന് പറയും. ഒരു സർക്കാരിൻ്റെ വേണമെങ്കിൽ വികസന പദ്ധതികളുടെ വലിയ സാമ്പത്തിക പ്രതിരോധം നടന്ന ഒരു കാലത്ത് അതിൻ്റെ ജീവനാഡിയായി പ്രവർത്തിച്ച ഒരു മന്ത്രിയാണ് KN ബാലഗോപാലൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ മണ്ഡലത്തിൽ ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KN ബാലഗോപാലിന് 12,000 വോട്ടാണ് കിട്ടിയത്. പക്ഷേ ഐഷ പോറ്റിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതുതന്നെ ഐഷ പോറ്റി പാലം വലിച്ചതാണ് എന്ന തരത്തിലൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിരുന്നു. പാർട്ടിയുടെ അന്വേഷണം നടന്നിട്ടുണ്ട്. അന്ന് തുടങ്ങി ഈ മണ്ഡലം പിടിച്ചെടുത്തു എന്ന തരത്തിലാണ് ഐഷ പോറ്റി ഈ വിഷയങ്ങളെയൊക്കെ തന്നെ നേരിട്ടത്. പിന്നീട് പതുക്കെ UDFിലേക്ക് കളം മാറി ചവിട്ടുന്നതാണ്. പക്ഷേ കൊല്ലത്തെ CPM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷ അനുഭാവികളും ഒക്കെ തന്നെ ഒരു സീറ്റിന് വേണ്ടി ഐഷ പോറ്റി മറുകണ്ഠം ചാടി എന്ന നിലയിൽ ഈ ഒരു മാറ്റത്തെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അവിടെയാണ് KN ബാലഗോപാലിന് ഒരു അനുകൂല സാഹചര്യം ഞാൻ കാണുന്നത്. ഈ നായർ സമുദായത്തിൻ്റെ ചെറിയൊരു വിഭാഗം KN ബാലഗോപാലിനെതിരെ നിൽക്കാനൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ആ നായർ വോട്ടുകളിൽ വലിയ പിളർപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ വളരെ കൃത്യമായി CPM-ന് സ്വാധീനമുള്ള നായർ സമുദായ വിഭാഗങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടാവുകയും അവിടെ KN ബാലഗോപാലിന് ഈ ഘട്ടത്തിൽ പിന്തുണ നൽകാനുള്ള തീരുമാനം ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് ആ ഒരു ഫാക്ടറൊക്കെ അവിടെ മാനേജ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഐഷ പോറ്റിക്ക് ബാലകൃഷ്ണപിള്ളയെ തറപറ്റിച്ച ആ ഒരു കരുത്ത് ഇപ്പോഴുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ബാലഗോപാൽ വലിയ ആകർഷണമായ പ്രസംഗമൊന്നും നടത്തുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷെ വളരെ ലളിതമായി സംസാരിച്ചുകൊണ്ട് ഇതോ സാമ്പത്തിക ഉപരോധം സംസ്ഥാനത്തെ തകർക്കാൻ പോകുന്നു എന്ന നിലയിലൊന്നും ആവേശത്തോടെ പ്രസംഗിക്കില്ല. സാമ്പത്തിക ഉപരോധം വരുന്നു, പക്ഷെ നമ്മളതൊക്കെ അതെ അതെ ആ രീതിയിലൊക്കെ പ്രസംഗിച്ച് നേരിടുകയും ചെയ്തു. ഒരു തവണ പോലും ട്രഷറി ആ നിലയിലൊക്കെ പ്രസംഗിച്ച ആളുകളെ ആകർഷിക്കുന്ന വളരെ കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ്. മാത്രമല്ല കൊട്ടാരക്കരെ മിനി IT ഹബ്ബാക്കി മാറ്റാൻ നടത്തിയ പ്രവർത്തനം, സോഹോ പോലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നത്, വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരുന്നത്, ഇതിന്റെയൊക്കെ തുടക്കം കൊട്ടാരക്കരയിൽ നിന്നാണ്.